അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ സാക്ഷികൾ കാഴ്ചയും കേൾവിയും സംസാരമൊക്കെ ഉള്ള ആളുകളായിരിക്കണം, നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇരുട്ടത്താണെങ്കിൽ പോലും കല്യാണം കഴിച്ചു കൊടുക്കുന്ന വാപ്പയോ അല്ലെങ്കിൽ വരനോ ഏതെങ്കിലും ഒരാൾ ഇരുട്ടത്താണെങ്കിൽ പോലും പറ്റില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഓൺലൈനിൽ പറ്റില്ല എന്ന് മനസ്സിലാക്കാനാണ്. കാരണം ശബ്ദത്തെ മാത്രം അവലംബിക്കുക എന്നുള്ളത് ശരിയാവില്ല. പിന്നെ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും കാണുക കേൾക്കുക എന്ന് പറയില്ല. കേൾവി കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അത് നേരിട്ട് കേൾക്കുന്നതിനും നേരിട്ട് കാണുന്നതിനെ പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ സാക്ഷികൾ വലിയ ആവരുത്, വിലായത്തിന് നിർണിതരായ ആളുകളാകരുത്. വിലായത്ത് ഇയാൾ തന്നെ ആകാൻ, ഇയാൾ വലിയ ആകാൻ ഇയാൾ നിർബന്ധിതനാണ്. ഇയാൾ മാത്രമേ വലിയ ആകൂ. ഇയാളല്ലാത്ത ആളുകൾ ഈ വലിയ ആകുന്ന ഒരു പൊസിഷനിലുള്ള ആൾ വലിയ ആകാതിരിക്കാൻ ഇയാൾക്ക് പറ്റില്ല. വലിയ ആകുന്നതിന് ഇയാൾ നിർബന്ധിതനാണ്. അതിൻ്റെ ഒരു വിശദീകരണ ശേഷം വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ ഒരുപാട് സഹോദരങ്ങളുണ്ടാകുമ്പോഴേ, 3-4 സഹോദരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽപ്പെട്ട ഒരു സഹോദരന് സാക്ഷി മറ്റൊരു വലിയ സഹോദരന് വലിയുമായിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ പറ്റും. കാരണം അയാൾ വലിയാകുന്നതിന് നിർണിതനല്ല. അവിടെ ഓപ്ഷനുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം പലതും നമ്മളിങ്ങനെ അവസാന കാലത്ത് വരുമ്പം കേൾക്കും. ഓൺലൈൻ നിക്കാഹ്, അതിന് ന്യായീകരിക്കുന്ന ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, അത് പറ്റൂല എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ, അത് എല്ലാ കാലത്തും ഉണ്ടാകും. മുമ്പ് കല്യാണകാര്യം പറഞ്ഞപ്പോൾ ഒരു കഥ ഓർമ്മ വരെ. ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് ഒരാളൊരു പ്രവാചകനാണെന്ന് വാദിച്ചത്രേ. അപ്പോൾ ഒരു ആൾക്കാലത്ത് ഒരു പണ്ഡിതനോട് വിളിച്ചിട്ട് അയാളൊന്ന് വിചാരണ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ കള്ളപ്രവാചകനോട് ചോദിച്ചു, നീ നബിയാണെന്നുള്ള എന്താ തെളിവ് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ആരെയും പറ്റിക്കാവുന്ന തെളിവാണ്. അയാളെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളെ ഭാര്യയുമായി ഞാൻ കൂടിക്കിടക്കുക, ഭാര്യൻ്റെ അടുത്ത് കിടന്നിട്ട് നിങ്ങൾ കാണുക, ഞാൻ ജിമാഅ് ചെയ്യും. എന്നിട്ട് അവൾക്ക് ഗർഭമുണ്ടാകും. അങ്ങനെ ഗർഭമുണ്ടായി ആ ജനിക്കുന്ന ആ സന്ദർഭത്തിൽ ആ കുട്ടി ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, നബിയാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ആ പണ്ഡിതൻ അപ്പം തന്നെ പറഞ്ഞു, അഷ്ഹദു അന്നക നബിയുള്ള, ഈ നബിയാണ് ഞാൻ സാക്ഷ്യം വഹിച്ചു പറഞ്ഞു. അപ്പോൾ ഹാറൂൺ റഷീദ് ചോദിച്ചു, അല്ല എത്ര പെട്ടെന്ന് മകൾ മുസ്ലിമാണെന്ന് ചോദിച്ചു. അയാൾ ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, പിന്നെ ഞാൻ അയാളെ കൊണ്ട് വിശ്വസിക്കാനാണ്. എന്നിട്ട് എൻ്റെ ഭാര്യനെ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ജിമാഅ് ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കരുത്, അരക്കിടില്ല. ആട്ടി വിട്ടു എന്നാണ് പറഞ്ഞത് നബിയാന്ന് പറഞ്ഞ ആളെ. പക്ഷെ അയാൾ കൂടി ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറേ സംഭവമുണ്ട്. ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് വേറെ ആൾ നബിയാന്ന് വാദിച്ചൊരു സംഭവമുണ്ട്. ഹാറൂൺ റഷീദ് തന്നെ അയാളെ വിളിച്ച് വിചാരണ ചെയ്തു. ഈ നബിയാന്ന് തെളിവ് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെ മനസ്സിലുള്ളത് എനിക്കറിയുന്ന പറഞ്ഞു. നിങ്ങളെ മനസ്സിലെന്താണുള്ളത് എനിക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ മനസ്സിലെന്താണെന്ന് ചോദിച്ചു. അല്ല, അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കള്ളനാണ് എന്നാണ് നിങ്ങളെ മനസ്സിലുള്ളത്. ഞാൻ കള്ളനാണ് എന്നാണ് നിങ്ങളെ മനസ്സിലുള്ളത്. അയാളെ പിടിച്ച് ജയിലിലിട്ടു. അതൊന്നും ഇപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പം ഹാറൂൺ റഷീദ് അതിനല്ലേ അയാളെ വിചാരണയ്ക്ക് വിളിച്ചത് തന്നെ, കള്ള നബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളെ ജയിലിലിട്ടു. കുറേ കാലം ജയിലിലിട്ട് മോചിപ്പിച്ചതിന് ശേഷം അയാൾ ചോദിച്ചു, അല്ല വലിയ വഹിയും പുതിയതായിട്ട് വന്നുകൊണ്ടോ ചോദിച്ചു. അയാളെ പറയുന്നത് അതാണ്, വഹി വരും, ആൾക്കാരെ മനസ്സിലുള്ളത് അറിയുന്നുണ്ട്. ഇല്ല, വന്നിട്ടില്ല. ജയിലിക്ക് ജിബ്രീൽ വരില്ല, മലക്കുകളെന്താവില്ല, ജയിലിൽ പ്രവേശിക്കില്ല എന്നൊക്കെ അറിയില്ലെന്ന് ചോദിച്ചു. ഏതായാലും ഹാറൂൺ റഷീദ് ഇങ്ങനത്തെ പൊട്ടന്മാരെ പോട്ടെ എന്ന് എഴുതിയിട്ട് അയച്ചു വിട്ടു.
അപ്പോൾ അയാൾക്ക് അനുയായികളുണ്ട്, എന്ത് വാദം അവിടെ വാദിച്ചാലും അനുയായികളുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ആലിമീങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നൊരു മാർഗത്തിലൂടെ പോകും. പരമാവധി ഓപ്ഷൻസുകളൊക്കെ ഉണ്ടല്ലോ. സാക്ഷികൾ വേണമെന്നില്ല എന്ന് മാലിക് ഇമാം പറയുന്നുണ്ട്. ആയിക്കോട്ടെ, വലിയ വേണം. അപ്പം വലിയ വേണമെന്നില്ല, സാക്ഷികൾ മതി എന്ന് മാലിക് ഇമാം പറയുന്നുണ്ട്. വലിയ മതി വേണമെന്നില്ല, സാക്ഷികൾ മതി എന്ന് അബൂ ഹനീഫയുടെ മദ്ഹബ് പറയുന്നുണ്ട്. അത് സ്വീകരിക്കാം. രണ്ടും കൂടെ സ്വീകരിച്ചിട്ട് സാക്ഷിയില്ല വലിയ ഇല്ലാത്ത രീതിയിലാണ് പെണ്ണും കൂടി മാത്രം ചെയ്യാൻ പറ്റില്ല, നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയാം, അപ്പോൾ സാക്ഷിക്ക് പറ്റുന്ന ആളുകളായിരിക്കണം സാക്ഷികളുടെ നിബന്ധന, അഹ്ലിയത്തു ഷഹാദ. അപ്പോൾ ഫലായസിഹു നിക്കാഹു ബിഹദറതി അബ്ദൈൻ, രണ്ട് അടിമകളുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് സ്വഹീഹ് അല്ല. ഇമ്രഅത്തൈനി, അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളുടെ, ഫാസിഖൈനി, അല്ലെങ്കിൽ രണ്ട് ഫാസിഖുകളുടെ. ചെറുദോഷം പതിവാക്കുന്ന ആളും വൻദോഷം ചെയ്ത ആളും ആണ് ഫാസിഖ് എന്ന് പറയുന്നത്. അസമ്മൈനി, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത രണ്ട് ആളുകളുടെ. അഖ്റസൈനി, അല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്തവരുടെ. അമയൈനി, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരുടെ. മല്ലം യുഫ്ഹം ലിസാനൽ മുതഅഖിദൈൻ, ഇടപാട് നടത്തുന്നവരുടെ, അഖ്ദ് നടത്തുന്ന വലിയിൻ്റെയും സൗജിൻ്റെയും ഭാഷ മനസ്സിലാകാത്തവൻ്റെയും സാന്നിധ്യത്തിൽ നിക്കാഹ് സ്വഹീഹ് അല്ല. വലാ ബിഹദറത്തി മുതഅയ്യിൻ വിലായത്തി, വലിയാകാൻ ഇയാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അയാളുടെ സാന്നിധ്യത്തിലും സ്വഹീഹ് അല്ല. അപ്പോൾ നോക്കൂ, ഫലോ വക്കരൽ അബു അബിൽ അഖുൽ മുൻഫരിദു ഫിൻ നിക്കാഹി വഹദറ ആഖറ ലം യസിഹ. അപ്പോൾ ഒരു വാപ്പയോ അല്ലെങ്കിൽ ഏക സഹോദരനോ നിക്കാഹിന് വേറെ ആളെ വക്കാലത്താക്കി. വാപ്പയോ ഏക സഹോദരനോ മുൻഫരിദ് നിക്കാഹിന് വേറെ ആളെ വക്കാലത്താക്കി. വഹദറ ആഖറ, അങ്ങനെ എന്ത് ചെയ്തു, മറ്റൊരാളോട് കൂടെ അയാൾ പങ്കെടുത്തു, സാക്ഷിയായിട്ട് പങ്കെടുത്താൽ സ്വഹിയാവൂല. കാരണം ലിഅന്നഹു വലിയ്യുൻ ആഖിദുൻ, കാരണം അയാളാണ് അഖ്ദ് നടത്തുന്ന വലിയ. മറ്റൊരാളെ വക്കാലത്താക്കിയെങ്കിലും യഥാർത്ഥത്തിൽ അഖ്ദ് നടത്തുന്ന ഇയാൾ തന്നെയാണല്ലോ. ഫലായിക്കൂനു ഷാഹിദൻ, അപ്പോൾ അയാൾ സാക്ഷിയാവൂല. അതുകൊണ്ട് തന്നെ ലോ ഷഹീദ അഖവാനി മിൻ സലാസത്തിൻ, ഒരു പെണ്ണിനെ കെട്ടിക്കേണ്ട 3 സഹോദരങ്ങളിൽ നിന്ന് 2 സഹോദരന്മാർ സാക്ഷികളായി. വഅഖദ സാലിസ്, മൂന്നാമത്തെ സഹോദരൻ അഖ്ദ് നടത്തി. ബിഗൈരി വക്കാലത്ത് മിൻ അഹദിമാ, രണ്ടിൽ നിന്ന് ഒരാളുടെ വക്കാലത്തൊന്നും ഇല്ലാതെ നടത്തിയാൽ സഹിയാക്കും. അങ്ങനെ വക്കാലത്തില്ലല്ലോ, വക്കാലത്തുണ്ടാകുമ്പോഴല്ലേ ഇയാൾ ആഖിദായി മാറാം. വക്കാലത്തുമില്ലാതെ 3 സഹോദരങ്ങളിൽ നിന്ന് 2 സാക്ഷികളും ഒരാൾ വലിയുമായാൽ സഹിയാകും. വക്കാലത്താക്കിയാൽ പറ്റില്ല. ഇല്ലാ ഫല, വക്കാലത്താക്കിയാൽ പറ്റില്ല, കാരണം വക്കാലത്താക്കലൂടെ ഇയാളെ ആഖിദായി. ഇനി മറ്റൊന്ന്, നിക്കാഹിന് സാക്ഷികൾ വേണമെന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ സമ്മതം ആവശ്യമുള്ള സ്ത്രീകളുണ്ടാകും. മുഅ്തബറത്തുൽ ഇതിന് ഈ സമ്മതം ഉണ്ട് എന്ന് വാപ്പ പറഞ്ഞാൽ മതി, അതിന് സാക്ഷികൾ എന്താവണമെന്നില്ല. അതിൻ്റെ പേരിൽ ഈ സാക്ഷികൾ നിർത്തണമെന്നില്ല. പെണ്ണ് കെട്ടിക്കാൻ സമ്മതം കൊടുക്കുന്നതിന് സാക്ഷികൾ ഷർത്തില്ല. കാരണം അതിന് അഖ്ദിൻ്റെ റുക്കിനല്ല, ഷർത്ത് മാത്രമാണ്. തംബീഹ്, ഇതൊരു പ്രത്യേക കാര്യമാണ്. ലാ ഇശ്തറത്തുൽ ഇഷ്ഹാദു അലാ ഇദിനി മുഅ്തബറത്തിൽ ഇദിനി, കല്യാണം കഴിക്കുന്നതിന് സമ്മതം ആവശ്യമുള്ള പെണ്ണിൻ്റെ സമ്മതത്തിന് സാക്ഷി നിർത്തൽ നിർബന്ധമില്ല. ലിഅന്നഹു ലൈസ റുക്നൻ, കാരണം അത് റുക്നല്ല, നിക്കാഹിൻ്റെ ഘടകമല്ല. ബൽ ഹുവ ഷർത്തും ഫി, അതിലുള്ള ഒരു നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ ഫലം യജിബുൽ ഇഷ്ഹാദു അലൈഹി, സമ്മതത്തിന് സാക്ഷി നിർത്തൽ നിർബന്ധമില്ല. എപ്പോൾ ഇൻകാനൽ വലിയ ഗൈറ ഹാക്കിമിൻ, വലിയ ഹാക്കിമല്ലെങ്കിൽ, ചിലപ്പം ഖാദി എന്താവും, വലിയാവുമല്ലോ. വക്കത ഇൻകാന ഹാക്കിമൻ, ഹാക്കിമാണെങ്കിലും ഇപ്പം ഖാദി കെട്ടിക്കണമെങ്കിൽ ഖാദി എന്ത് ചെയ്യണം, പെണ്ണോട് സമ്മതം ചോദിക്കണം എന്നാണ്. അപ്പോൾ ഹാക്കിമാണെങ്കിലും സമ്മതത്തിന് സാക്ഷി വേണ്ട എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ 2 അഭിപ്രായമുണ്ട് എന്നർത്ഥം. ഖാദി അല്ലാത്ത ആളുകളാണ് കെട്ടിക്കുന്നതെങ്കിൽ സമ്മതത്തിന് സാക്ഷികളെ നിർത്തേണ്ടതില്ല.
ഖാദിയാണ് കെട്ടുന്നതെങ്കിൽ കെട്ടിക്കാൻ സമ്മതം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹാക്കിമിന് സമ്മതം കൊടുക്കുമ്പോൾ അതിന് സാക്ഷ്യം നിർത്തണം എന്നൊരഭിപ്രായം വേണ്ട എന്നുള്ളതാണ് പ്രബലം. ഇനി ബഹ്ർ എന്ന കിതാബിൽ അസ്ഹാബിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. വനഖല ഫിൽ ബഹരി അനിൽ അസ്ഹാബി അന്നഹു യജൂസു ഇഅ്തിമാദു സബിയ്യിൻ അന്നഹു യജൂസു ഇഅ്തിമാദു സബിയ്യിൻ അർസലഹുൽ വലിയ ഇലാ ഗൈരിഹി ലിയുസബ്ബിജ മൗലിയതഹു ഐൻ ബഖാ ഖൽബിഹി സിദ്ഖുൽ. ഞാൻ എൻ്റെ മോളെ കെട്ടിക്കാൻ എന്ത് ചെയ്തു? വേറെ ആളടുത്തേക്ക് ആളെ പറഞ്ഞേക്കാണ്. ആ പറഞ്ഞേക്കുന്ന ആൾ കുട്ടിയാണെങ്കിൽ പോലും വക്കാലത്താക്കുകയാണെന്ന് അർത്ഥം. ഈ കുട്ടി പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് അയാൾ കെട്ടിച്ചു കൊടുക്കാറ്. വനഖല ഫിൽ ബഹരി അനിൽ അസ്സാബി അന്നോ യജൂസ് ഇഅ്തിമാദു സബിയ്യിൻ, ഒരു കുട്ടിയുടെ വാക്ക് അവലംബിക്കാവുന്നതാണ്. എങ്ങനത്തെ കുട്ടി? അർസലഹുൽ വലിയ, വലിയ കുട്ടിയെ പറഞ്ഞയച്ചു ഇലാ ഗൈരിഹി, മറ്റൊരാളുടെ അടുത്തേക്ക്. എന്തിന്? ലിയുസബ്ബിജ മൗലിയതഹു, അയാളുടെ മൗലിയത്തിനെ കെട്ടിക്കാൻ വേണ്ടി. മൗലിയത്തിനെ മകളോ പെങ്ങളോ എന്നാണ് മൗലിയത്ത് എന്ന് പറയാം. വലിയ മൗലിയത്ത് അങ്ങനെ പറയാം. എപ്പോൾ? ഇൻ വഖഅ ഫി ഖൽബിഹി സിദ്ഖുൽ മുഖ്ബിരി, ആ വാർത്ത പറഞ്ഞ ആ കുട്ടി സത്യമാണ് പറയുന്നത് എന്ന് അയാളെ മനസ്സിൽ വന്നാൽ. ഇൻ വഖഅ ഫി ഖൽബിഹി, മനസ്സിൽ വന്നാൽ സിദ്ഖുൽ മുഖ്ബിരി, ആ പറഞ്ഞ കുട്ടി സത്യമാണ് പറഞ്ഞത് എന്ന്. ലൗ സവ്വജഹ വലിയുഹ ഖബ്ല ബുലൂഗി ഇദ്നിഹ ഇലൈഹി, അപ്പോൾ സമ്മതം ആവശ്യമുള്ള പെൺകുട്ടിയെ കെട്ടിക്കുന്ന സാഹചര്യത്തിൽ സമ്മതം കിട്ടുന്നതിന് മുമ്പ് കെട്ടിച്ചാലോ? സമ്മതത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു, വിവരമൊന്നും കിട്ടിയിട്ടില്ല. എന്താ സ്ഥിതി? ലോ സവ്വജഹ വലിയുഹ, ഒരു പെണ്ണിനെ വലിയ കെട്ടിച്ചു. ഖബ്ല ബുലൂഗി ഇദ്നിഹ ഇലൈഹി, സമ്മതം അയാളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് കെട്ടിച്ചാൽ സഹ അനലോചന, പ്രബലമായ പ്രാർത്ഥന സഹിയാണ്. പക്ഷെ എന്തുണ്ട്? സമ്മതം ഉണ്ടായിരിക്കണം, ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻകാനൽ, ഇതിന് സമ്മതമാണെങ്കിൽ സാബിഖൻ അലാ ഹാലത്ത്, കെട്ടിക്കുന്ന അവസ്ഥയുടെ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ. ഇൻകാനൽ ഇതിന് സാബിഖൻ, സമ്മതം മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ. എന്തിനു മുമ്പ്? അലാ ഹാലത്ത്, കെട്ടിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ സമ്മതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. എന്തുകൊണ്ട്? മുമ്പ് നിസ്കാരത്തിൻ്റെ പാഠത്തിലൊക്കെ പറഞ്ഞൊരു പൊതു കായിതുണ്ട്. കായിത എന്നൽ ഇബറത്തഫിൽ നുഖൂദി, ഇങ്ങനെയുള്ള അഖദ്, നിക്കാഹ്, കച്ചവടം പോലെയുള്ള അഖദുകളിൽ പരിഗണിക്കപ്പെടുന്നത് ബിമാഫി നഫ്സ്, യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് എന്ന് നോക്കിയാണ്. അല്ലാതെ ലാ ബിമാഫി വന്നിൽ മുക്കല്ലഫി, ഈ വ്യക്തിയുടെ മനസ്സിലെന്താണ്, ധാരണയിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കിയിട്ടല്ല. ഇപ്പോൾ ഈ വലിയ പെണ്ണിനെ കെട്ടിച്ചപ്പോൾ അയാളെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല, സമ്മതം ഉണ്ടോ അല്ലേ എന്നുള്ള അയാൾക്ക് അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്തുണ്ടായിട്ടുണ്ടായിരുന്നു? നിക്കാഹിൻ്റെ അഖദ് നടത്തുന്നതിന് മുമ്പ് അവൾ സമ്മതം കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ഇവിടെ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അഖദുകളിൽ പരിഗണിക്കപ്പെടുന്ന ബിമാഫി നഫ്സിൽ അംരി, യഥാർത്ഥത്തിൽ എന്താണോ, യാഥാർത്ഥ്യത്തെയാണ് പരിഗണിക്കുന്നത്. ബിമാഫി നഫ്സിൽ അംരി, യാഥാർത്ഥ്യത്തെയാണ് പരിഗണിക്കുന്നത്. ഇവിടെ സമ്മതം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അറിഞ്ഞിട്ടില്ല. അതാണ് ലാ ബിമാഫി മുക്കല്ലഫിൻ്റെ വിചാരത്തെയല്ല അവലംബിക്കുന്നത്. ഇനി പറയുന്നത് സാക്ഷികളുമാണെന്ന് അറിയില്ലേ? സാക്ഷികൾ എന്തായിരിക്കണം? നീതിമാന്മാരായിരിക്കണം. നീതിമാന്മാരാണോ അല്ലേ? അഥവാ അതിലല്ലെങ്കിൽ പിന്നെ ഫാസിഖ് എന്ന് പറയാം. അതിൽ ഫിസ്ഖ്. ഇതെങ്ങനെയാണ് അറിയാം? അതങ്ങനെ രഹസ്യം അന്വേഷിക്കൊന്നും വേണ്ട. അയാളിൽ നിന്ന് അയാളെ തമ്മാടിയാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് അറിയപ്പെടാതിരുന്നാൽ മതി. കാരണം ഇതെല്ലാം കൂടെ ഉള്ളറിയാന്നുള്ള ബുദ്ധിമുട്ടല്ലേ. പരസ്യമായിട്ട് അയാളെ കണ്ടുപിടിക്കുന്ന ആളോ നിസ്കരിക്കാത്ത ആളോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ സാക്ഷിയാകാൻ പറ്റൂല, കാരണം അയാൾ അതിലല്ല. അത് പുറത്തേക്കൊന്നും അറിയില്ല എന്നൊക്കെ, അതിന് മസ്തൂറുൽ അദാലത്ത് എന്നാണ് പറയാം. അതിലാണോ അല്ലേ എന്നുള്ളത് ഒളിഞ്ഞു കിടക്കുകയാണ്, സിത്തറാണ്. പുറത്തേക്ക് അയാൾ അതിലാണ്, ലാഹിറൻ അതിലാണ്. ഉള്ളിൽ അതിലാണോ അല്ലേ എന്നറിയില്ല. അതും വലിയ ബുദ്ധിമുട്ടല്ലേ, ഉള്ളുകൊണ്ടൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ. വസഹൻ നിക്കാഹ് മസ്തൂറൈ അദാലത്തി ബഹുമ, മസ്തൂറൈനി എന്നാണ്ടായി ഇലാഫത്ത് മൂന്ന് പോലെ. അദാലത്ത് മറഞ്ഞു കിടക്കുന്ന വ്യക്തിയുടെ നിക്കാഹ് സ്വഹിയാകും. ആരാണ് മസ്തൂറുൽ അദാല? മല്ലം യൂറഫ് ലഹുമാ മുഫസ്സിഖുൻ, അവരെ ഫാസിഖാക്കുന്നൊരു പ്രവർത്തനം പുറത്ത് അറിയപ്പെട്ടിട്ടില്ല. മുഫസ്സിഖ് എന്ന് പറഞ്ഞാൽ ഫസ്സഖ, ഫാസിഖാക്കി തീർക്കുന്ന, തമ്മാടിയാക്കി തീർക്കുന്ന, നീചനാക്കി തീർക്കുന്ന. ഫാസിഖ് പറഞ്ഞാൽ നീചൻ,
അതായത് ചെറുദോഷം പതിവായി ചെയ്യുകയാണെങ്കിൽ വൻദോഷം ചെയ്ത വ്യക്തിയാണ്. ഓനെ പിന്നെ വലിയാകാൻ പറ്റില്ല, സാക്ഷിയാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ, സാക്ഷികൾ അതിലാവൽ ഷർത്തില്ല എന്നൊരു അഭിപ്രായമുണ്ട്. കാലത്തൊക്കെ അതാണ് നല്ലത്. കാരണം എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് നല്ല വലിയനോടുന്നാണ് കിട്ടുക, അതിലായ വലിക്കിന്, അതിലായ ഷാഹിദിനോടുന്നാണ് കിട്ടുക. മസ്തൂർ അദാലത്ത് മറഞ്ഞു കിടക്കുന്ന 2 സാക്ഷികളെ വെച്ച് നിക്കാഹ് സ്വഹിയാകും. വഹുമാ മല്ലം യുറഫ് ലഹുമാ മുഫസ്സിഖുൻ കമാ നസ്സ അലൈഹി വഅതമദഹു ജമൻ വഖാലു ഫീഹി. അതിൽ വളരെ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു നീതിമാനായ ഒരു വ്യക്തി അയാളെ ജിറഹ് ചെയ്താലോ, അപ്പോൾ ഷഹാദത്ത് ബാത്തിലാകും. ഓ ബത്തല സത്രു, ഈ സത്ർ ബാത്തിലാകും. ഈ മജ്രീഹ് അബദിൻ, ഒരു നീതിമാനായ വ്യക്തി അയാളെ കുറ്റക്കാരനാക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് അയാൾ തെറ്റൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അപ്പം എന്ത് ചെയ്തു, വേറെ ആൾ പറഞ്ഞു അയാൾ നീതിമാനാണ്, അയാൾ ഫാസിഖാണെന്ന് പറഞ്ഞാലോ, പിന്നെ അയാളെ സാക്ഷിക്ക് പറ്റില്ല. അതാണ് സത്ർ ബാത്തിലാകും. ഈ തജ്രീഹ്, നീതിമാനായ വ്യക്തി അയാൾ ഫാസിഖാണ് എന്ന് പറയൽ കൊണ്ട് അതിൻ്റെ പേരാണ് തജ്രീഹ്. ഐബാക്കുക, ന്യൂനതയുണ്ട് എന്ന് പറയുക. ജുർഹിന് നേരെ അർത്ഥം മുറിവ് എന്നാണ്, മുറിപ്പെടുത്തുക. അപ്പോൾ ഫാസിക്കിന് ഒരു കാലത്തും പറ്റൂലേ എന്ന് ചോദിച്ചാൽ, ഫാസിക്കിന് പറ്റണമെങ്കിൽ തൗബ ചെയ്ത് 1 കൊല്ലം കഴിഞ്ഞിട്ട് സാക്ഷിയാകാൻ പറ്റൂ. അതാണ് വൈദാ താബൽ ഫാസിഖ്. ഫാസിഖ് തൗബ ചെയ്താൽ ലം യൽതഹിഖ് ബിൽ മസ്തൂർ, മസ്തൂറുൽ അദാലത്തിനോട് അയാൾ ചേരൂല. ചേരണമെങ്കിൽ 1 കൊല്ലത്തെ കാത്തിരിപ്പ് വേണം. ഉയ്സൻ ഇസ്തിതാബത്തുൽ മസ്തൂരി, ഇനി മസ്തൂറുൽ അദാലത്തിനോട് തൗബ ചോദിക്കൽ സുന്നത്താണ്. ഇതിൽ അഖ്ദിൻ്റെ കാര്യത്തിൽ തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക സുന്നത്താണ്. ഒന്നൊന്നുമില്ല, കാരണം മസ്തൂറുൽ അദാലത്തിനെ കൊണ്ട് നിക്കാഹ് സ്വഹിയാകുമല്ലോ. എന്നാൽ പോലും വലു ആലിമൽ ഹാക്കിമു ഫിസ്ഖ ഷാഹിദൈൻ, ഇനി ഭരണാധികാരി ഖാദി അറിഞ്ഞു 2 സാക്ഷികൾ ഫാസിഖായിരുന്നു എന്നറിഞ്ഞാൽ ലസിമഹു തഫ്രീഖു ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കളെ പിരിക്കൽ നിർബന്ധമാണ്. വലു ഖബല തറാഫു ഇലൈഹി, തന്നിലേക്ക് കേസെത്തുന്നതിന് മുമ്പാണ് എങ്കിൽ പോലും. കേസായിട്ട് വന്നിട്ടൊന്നുമില്ല, അതിനാ തറാഫ് എന്ന് പറയാം. റാഫ ഇലൽ ഖാദി എന്ന് പറയും, ഖാദിൻ്റെ അടുത്ത് പരാതി കൊടുക്കുന്നതിന്. ഉയർത്തി എന്നൊക്കെയാണ് തറാഫിനർത്ഥം. അപ്പം വിവരം ഖാദി അറിയിക്കുന്നതിന് മുമ്പാണെങ്കിൽ പോലും, കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഖാദി അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കൽ നിർബന്ധമാണ്. ലൗജഹി പ്രബലമായ പ്രായത്തിൽ. ഭാര്യ ഭർത്താക്കളുടെ മക്കളെ സാക്ഷിയാക്കാൻ പറ്റുമെന്നാണ്. ഭാര്യയ്ക്ക് മകനുണ്ട്, ഭർത്താവിനും മകനുണ്ട്. ഒരു പുതിയ കല്യാണമല്ല, 2ാം കല്യാണം 3ാം കല്യാണമൊക്കെയാണ്. അപ്പോൾ പറ്റും. വയസ്സിഹുലൻ സഹിയാകും ഷഹാദത്ത് ബിബിനൈ സൗജീന്, ഭാര്യ ഭർത്താക്കളുടെ മക്കളെ കൊണ്ടും, അത് അതുബൈഹി മഞ്ഞ് ശത്രുക്കളെ കൊണ്ടും പറ്റും. മിത്രങ്ങളാവണമെന്നില്ല, ശത്രുക്കളെ കൊണ്ടും പറ്റും. ഇനി വാപ്പാക്ക് ഷാഹിദാകാൻ പറ്റുന്ന സന്ദർഭമുണ്ട്. എന്താ അറിയോ, വഖദ് യസിഹു കൗനുൽ അബി ഷാഹിദൻ, വാപ്പ സാക്ഷിയാകൽ സ്വഹിയാകും. അയ്ലൻ വീണ്ടും കാന്തക്കുന ബിന്തുഹു ഖിന്നതൻ, മകൾ അടിമസ്ത്രീയായാൽ. മകൾ അടിമസ്ത്രീയായി കഴിഞ്ഞാൽ പിന്നെ വാപ്പല്ലല്ലോ കെട്ടിക്കുക. അപ്പോൾ പിന്നെ വാപ്പാക്ക് സാക്ഷിയാകാം. അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വരനിങ്ങനെ ഇരിക്കുകയാണ്. 2 സാക്ഷികളൊക്കെ വന്നിട്ടുണ്ട്. ഈ സാക്ഷികൾ ആരാണ്, എവിടെ ഉള്ളതാണ് എന്നൊക്കെ അറിയണോ വേണ്ടേ? ഇത്തരം കാര്യങ്ങളാണ് അടുത്ത പാഠത്ത് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.